റെഗുലറായിട്ട് അക്രിലിക് നെയിൽസ് ഇതുപോലെ വെയർ ചെയ്യുന്നവരാണോ നിങ്ങൾ? എന്നാൽ നിങ്ങൾക്കുള്ളതാണ് ഈ ഒരു വീഡിയോ. ബ്രിട്ടനിലെ വെറും 35 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ലേഡി ലൂസി തോമസ് ഈ അടുത്ത കാലത്താണ് റെഗുലറായിട്ട് അക്രിലിക് നെയിൽസ് യൂസ് ചെയ്തത് വഴി മാരകമായ സ്കിൻ ക്യാൻസർ ലൂസി തോമസിനെ പിടിപെട്ടത്. ഈ ഒരു ലേഡിയുടെ തമ്പിലൊക്കെ ആയിട്ട് വേർട്ടിക്കൽ ലൈൻസ് വന്നു തുടങ്ങാനും ബ്ലാക്ക് ആവാനും ബ്രൗൺ ആവാനും അതുപോലെ നെയിൽസ് സ്വെല്ലിങ്ങും സ്പ്ലിറ്റിംഗ് ഒക്കെ ആയപ്പോൾ ആളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. അപ്പോഴാണ് മാരകമായ ഈ ഒരു ക്യാൻസർ ആണെന്ന് മനസ്സിലായത്. ശരിക്കും ഈ അക്രിലിക് നെയിൽസ് പ്രശ്നമാണോ? എന്താണ് അക്രിലിക് നെയിൽസ്? പഠനങ്ങൾ കണ്ടെത്തിയത് അക്രിലിക് നെയിൽസ് ശരിയായ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ സുരക്ഷിതമാണ്. എന്നാൽ തെറ്റായ രീതിയിലാണ് ചെയ്യുന്നതെങ്കിൽ അത് നിങ്ങളുടെ നഖങ്ങൾക്ക് തന്നെ ദോഷം വരുത്താം. അത് ഉപയോഗിച്ചവർക്കറിയാം, അക്രിലിക് വെക്കുന്നതിന് മുമ്പ് നമ്മളുടെ നഖം ഡ്രില്ല് ചെയ്യുന്നുണ്ട്. അത് നമ്മളുടെ നഖത്തിന് കട്ടി കുറയ്ക്കുന്നു. അതിലൂടെ നഖങ്ങൾക്കിടയിൽ ഈർപ്പം തങ്ങി നിൽക്കുന്നത് ബാക്ടീരിയ അല്ലെങ്കിൽ ഫംഗസ് അണുബാധയ്ക്ക് കാരണമാകാം. പിന്നെയുള്ളൊരു പ്രശ്നം, നഖങ്ങൾ ഇളകിപ്പോകുന്നു. അക്രിലിക് കൃത്യമായ രീതിയിൽ നീക്കം ചെയ്യാതിരുന്നാൽ അഥവാ സ്വയം പറിച്ചെടുക്കുക, അങ്ങനെ ചെയ്താൽ യഥാർത്ഥ നഖം കൂടി അതിന്റെ കൂടെ പോരാനും സാധ്യതയുണ്ട്. ഇനി കാര്യത്തിലോട്ട് വരാം. ഇതിലടങ്ങിയിട്ടുള്ള രാസവസ്തുക്കളാണ് ക്യാൻസർ വരുത്താനുള്ള മെയിൻ കാരണം. ഇത് സുരക്ഷിതമായി നിലനിർത്താനുള്ള വഴികൾ: വിദഗ്ധരായ ടെക്നീഷ്യന്മാരിൽ നിന്ന് മാത്രം ഇത് ചെയ്യുക. നഖങ്ങൾ പറിച്ചെടുക്കാതെ അസറ്റോൺ ഉപയോഗിച്ച് സോക്ക് ഓഫ് ചെയ്ത് നീക്കം ചെയ്യുക. 4 മുതൽ 6 ആഴ്ചയിൽ ഒരിക്കൽ മെയിൻ്റനൻസ് ചെയ്യുക. പിന്നീട് ഇടയ്ക്കിടെ നഖങ്ങൾക്ക് വിശ്രമം കൊടുക്കുക. എൻ്റെ ഒരു അഭിപ്രായം പറയാം. നിങ്ങൾക്ക് നഖം വളർത്താനാണ് ആഗ്രഹമെങ്കിൽ ഉള്ളിലോട്ട് കഴിക്കുന്ന ഫുഡ് നല്ല രീതിയിൽ കഴിച്ചാൽ തന്നെ നല്ല നഖം വളരും. അതായത് നമ്മളുടെ ശരീരത്തേക്ക് ആവശ്യമുള്ള പ്രോട്ടീൻ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ പകുതി പ്രശ്നം മാറും. എക്സാമ്പിൾ, മുട്ട കഴിക്കുന്നത് നല്ലതാണ്. സാൽമൺ പോലുള്ള ഫിഷ് കഴിക്കാം, ഫ്രൂട്ട്സ് കഴിക്കാം, വെജിറ്റബിൾസ് കഴിക്കാം. അതെ, നട്ട്സും സീഡ്സും മീറ്റും കഴിക്കുക. ഇതെല്ലാം ശരിയായ രീതിയിൽ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. നഖങ്ങൾക്ക് മാത്രമല്ല മുടിക്കും നല്ലതാണ്. എന്താ പ്രശ്നം എന്നറിയോ? നിരന്തരമായിട്ട് അക്രിലിക് നെയിൽസ് യൂസ് ചെയ്യുന്നതാണ്. അല്ലാതെ വല്ലപ്പോഴും ഇത് യൂസ് ചെയ്യുന്നതിൽ തെറ്റില്ല. ഇതൊക്കെ ഉണ്ടെങ്കിലും സ്വന്തമായിട്ട് നമുക്ക് നഖം ഉണ്ടെങ്കിൽ അക്രിലിക്കിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കാൻ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. ഇൻഫോർമേറ്റീവായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ടാറ്റ.